Meet the editors. അടുത്ത വിഷയത്തിലേക്ക് അടുത്തത് വളരെ ചർച്ചയായ ഒരു വിഷയമാണ്. മുഖാമുഖം പരിപാടിക്കിടെ അവതാരകയോട് ക്ഷോഭിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വളരെ നല്ല ഉദ്ഘാടന പ്രസംഗം നടത്തിയതിന് നന്ദിയെന്ന് പറഞ്ഞ അവതാരകയോട് അത്തരം കമന്റ് വേണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം പരിപാടിക്കിടെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ നീരസം പ്രകടിപ്പിച്ചത്. നിയമസഭാ ഹാളിലെ ശങ്കരനാരായണൻ തമ്പി ഹാളാണ് വേദി. ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം പരിപാടി. സംഭവബഹുലമായ പ്രസംഗം നടത്തി മുഖ്യമന്ത്രി വേദി വിടാനൊരുങ്ങവേ ദേ വരുന്നു അവതാരകയുടെ കമന്റ്. വളരെ നല്ല പ്രസംഗം നടത്തിയതിന് മുഖ്യമന്ത്രിക്ക് നന്ദിയെന്ന് അവതാരക. ക്ഷോഭത്തോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമൻറ്റ് കേട്ടോ കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖം കറുപ്പിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ കൂട്ടച്ചിരിയോടെയാണ് സദസ്സ് ഏറ്റെടുത്തത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. മുഖാമുഖത്തിൽ അപമാനമോ എന്നതാണ് ചോദ്യം. ഉണ്ണിസാറിൽ നിന്ന് തുടങ്ങാം. ഇങ്ങനെയൊക്കെ പറയാമോ ഉണ്ണിസാർ? നോക്കൂ, ഒരു മുഖ്യമന്ത്രി പ്രസംഗിച്ചു കഴിഞ്ഞതിന് ശേഷം പറയേണ്ട ഒരു കമൻ്റ് അല്ല അത്. അദ്ദേഹത്തിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പോലെ വളരെ നല്ല മനോഹരമായൊരു പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന് പറയേണ്ട ഒരു അവസരമല്ല, അത് സന്ദർഭോചിതമല്ല. ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. അതിനെ ഒരു സരസമായ രീതിയിൽ എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നോ അല്ലെങ്കിൽ ഒരു ട്രോഫി കിട്ടിയെന്നോ പറഞ്ഞ് ഒരു തമാശയാക്കാം. അതല്ലെങ്കിൽ ഒന്നും തന്നെ മിണ്ടാതെ പോകാം. ഇവിടെ തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് അസ്വസ്ഥതപ്പെടുത്തുന്നൊരു കാര്യം യഥാർത്ഥത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ ഈ മുഖാമുഖം പരിപാടി ആദിവാസി മേഖലയിൽപ്പെട്ട ആളുകളുമായി, ദളിത് മേഖലയിൽപ്പെട്ട ആളുകളുമായി അദ്ദേഹം നടത്തുകയുണ്ടായി. അവിടെ വെച്ച് മാധ്യമങ്ങളോട് പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടു. മാധ്യമങ്ങളോട് പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവിടെ പത്മശ്രീ ചെറുവയൽ രാമൻ പങ്കെടുക്കുന്നുണ്ട്. ചെറുവയൽ രാമൻ പറയുന്നുണ്ട്, ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ പൊതുജനങ്ങൾ കൂടി അറിയണം, അതുകൊണ്ട് മാധ്യമങ്ങളുടെ സാന്നിധ്യം വേണം എന്ന് പറഞ്ഞപ്പം അത് അദ്ദേഹം നിർബന്ധപൂർവ്വം അവർ പുറത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ അപ്പോഴും ചെറുവയൽ രാമനാണ് അവിടെ കയ്യടി കിട്ടിയത്. ഇപ്പം ജനങ്ങൾ വേറൊരു രീതിയിലാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ ബോധ്യപ്പെടാവുന്നൊരു സാഹചര്യമാണ്. തൃശ്ശൂർ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകളുമായുള്ള കൂടിക്കാഴ്ചയിൽ വെച്ചിട്ട് ഷിബു ചക്രവർത്തി അദ്ദേഹം ശാസിക്കുകയുണ്ടായി. എന്തും വിളിച്ചു പറയാമെന്നാണോ വിചാരിക്കുന്നത് എന്നൊക്കെ. ഇതൊക്കെ ആളുകളുടെ മുഖാമുഖം പരിപാടിയാണ്, ആളുകളെ കേൾക്കാൻ പോകുന്നൊരു പരിപാടിയാണ്, ആളുകളെ കേൾക്കാൻ ബാധ്യസ്ഥനായ ഒരാളുമാണ് അദ്ദേഹം. ഇത് പല സമയങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. ഇപ്പം അദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്ത നവകേരള സദസ്സിൽ വെച്ചിട്ട് കെ ശൈലജയ്ക്കുണ്ടായ അനുഭവം, അതുപോലെ തന്നെ കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ എംപിക്ക് ഉണ്ടായ അനുഭവം, അത്തരം അനുഭവങ്ങളൊക്കെ കേരളം ചർച്ച ചെയ്തതുമാണ്. ചില സന്ദർഭങ്ങളിൽ മൈക്ക് ഓപ്പറേറ്റർമാരുമായി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ക്ഷോഭിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ നിരന്തരം നമുക്ക് കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത് എന്താണെന്നറിയാമോ? ഈ അധികാരമുള്ളവർ ക്ഷോഭിച്ചു കഴിഞ്ഞാലേ നമ്മളൊക്കെ നിസ്സഹായരായി പോകും. ആരും നിസ്സഹായരായി പോകും. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു പാർട്ടി സെക്രട്ടറിയോ ഒരു പാർട്ടി നേതാവോ ഒക്കെയാണ് ഇത്തരത്തിൽ എന്തെങ്കിലും പറയുന്നത് വിചാരിക്കുക, ആളങ്ങനെ വെറുതെ അങ്ങ് പോവില്ല. ഇപ്പം നമുക്കിടയിൽ തന്നെ നമ്മൾ തുല്യരായിട്ടിരിക്കുന്ന ആളാണ്. ഞാൻ ഒരാളെ പ്രകോപിപ്പിച്ചാൽ അല്ലെങ്കിൽ ഒരാൾ എന്നെ പ്രകോപിപ്പിച്ചാൽ ഞാനങ്ങനെ വിട്ടുകളയത്തില്ല, നിങ്ങളും വിട്ടുകളയത്തില്ല. നമ്മളൊരു പക്ഷേ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകും. ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കലല്ല, അല്ലാതെ നമ്മൾ സംഭാഷണങ്ങളിലേക്ക് പോകും. ഇവിടെ അധികാരിയായ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ഈ രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ക്ഷോഭിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നിസ്സഹായ അവസ്ഥ രൂപപ്പെടും. അതൊരു നല്ല അന്തരീക്ഷമല്ല. അധികാരികൾ പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ക്ഷോഭം നിയന്ത്രിക്കുകയും അതിനവർക്ക് അവകാശമില്ല എന്ന് സ്വയം ബോധ്യപ്പെടുകയും വേണം. കാരണം വെച്ചാൽ നമുക്ക് നല്ല സുഖമാണെന്നേ, നമ്മളെ സംരക്ഷിക്കാനായിട്ട് വലിയ പോലീസ് സേനയുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഭയമുണ്ട്, അധികാരിയോട്ടൊരു ഭയമുണ്ട്. അത് സ്വാഭാവികമാണ്. നമ്മൾ ഈ മുഖ്യമന്ത്രി വരുന്നത് ഒരു ഹെഡ് മാസ്റ്ററായിട്ട് അദ്ദേഹം വരണ്ട, എവിടെയും വരണ്ട. ഞാനൊരു ഹെഡ് മാസ്റ്ററാണ്, എനിക്കിഷ്ടമുള്ളത് മാത്രം സംഭവിച്ചാൽ മതി, എനിക്ക് അലോസരം ഉണ്ടാകുന്നതിനോട് ഞാൻ ക്ഷോഭിക്കും, ഞാൻ കയർത്ത് സംസാരിക്കും, ഞാനത് എവിടെയാണെന്ന് നോക്കില്ല, ആരോടും ഞാനങ്ങനെ പെരുമാറിക്കളയും. ആ രീതിയൊന്നും സാധ്യമല്ല. ഒരു സൊസൈറ്റിയിൽ ഒരു കൾച്ചേർഡായ, സാംസ്കാരികമായി നല്ല ഔന്നത്യം പുലർത്തുന്നൊരു സൊസൈറ്റിയാണ് നമ്മുടേത്, കേരളീയരുടേത്. അപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് സമൂഹങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൾച്ചറലി ഫോർവേഡായ ഒരു വിഭാഗമാണ്. അപ്പം നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, നിയന്ത്രണങ്ങളൊക്കെ സ്വയം തന്നെ നമ്മൾ പാലിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്, പല സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അവിടെ വേണ്ടത്ര ഒരു മുൻകരുതൽ
ക്ഷമ ഒന്നും തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ് തുടർച്ചയായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ. അത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ആളുകളെ വലിയ രീതിയിൽ അദ്ദേഹത്തോടും അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും അദ്ദേഹത്തിൻ്റെ ഭരണത്തോടുമൊക്കെ ആളുകളെ അന്യവൽക്കരിക്കപ്പെടും. അവർ അലീനേറ്റ് ചെയ്തിട്ട് ഇതെന്താ ഇങ്ങനെ എന്ന് ആളുകൾക്ക് തോന്നും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ അധികാരത്തോടെ ആര് പെരുമാറിയാലും ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം നമ്മളാരും ഒരാളും അധികാരത്തോടുകൂടി മറ്റൊരാളുടെ മുകളിൽ പെരുമാറാൻ പാടില്ല, ആ ഒരു അധികാരി ആണെങ്കിൽ കൂടിയും. അപ്പോൾ ആ ഒരു നിയന്ത്രണം പാലിക്കേണ്ടതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയി ലംഘിക്കപ്പെടുന്നു. ഞാനൊരു അധികാരി എന്നുള്ള നിലയ്ക്കുള്ളൊരു ധാർഷ്ട്യം അതാരും കാണിക്കരുത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒട്ടും തന്നെ കാണിക്കരുത്. ആ സ്ഥാനത്തിന് അത് യോജിക്കുന്നതല്ല. അതുകൊണ്ട് അദ്ദേഹം സ്വയം നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട്. ഇതൊന്നും ശരിയായൊരു രീതിയായി എനിക്ക് ബോധ്യപ്പെടുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു മനോഭാവം തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ള ആളുകൾക്കും ഒരുപക്ഷെ കേരളീയർക്കും, കാരണം തുടർച്ചയായി ഈ വാർത്തകളിൽ അസ്വസ്ഥരാണ് അവർ എന്ന് ഞാൻ വിചാരിക്കുന്നു. നികേഷ് സാർ, ഒരു മുഖ്യമന്ത്രി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന് അവതാരക പുകഴ്ത്തുന്നത് നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? അങ്ങനെ ഉദ്ഘാടകൻ്റെയും അധ്യക്ഷ പ്രസംഗൻ്റെയും ഒക്കെ പ്രസംഗം വിലയിരുത്തി കമൻ്റ് പറയലാണോ ഈ അവതാരകയെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നല്ല പ്രസംഗം ആയിരുന്നില്ല എന്ന് വിചാരിക്കും, ആ അവതാരകയ്ക്ക് നല്ല പ്രസംഗമായി തോന്നിയില്ല എന്ന് വിചാരിക്കും. അപ്പോൾ എന്താ അവതാരക പറയുക? മുഖ്യമന്ത്രി കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടിയിരുന്നു എന്ന് ഒരു അവതാരക പറയും എന്ന് നമ്മൾ വിചാരിക്കാമോ? അപ്പോൾ ഇതിവിടെ ക്ഷോഭം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടാഗാണ്, മാധ്യമങ്ങളുടെ ഒരു ടാഗാണ്. ഒരു തിരുത്തലാണ് അവിടെ നടത്തിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്നത് 78 വയസ്സുള്ള കേരളത്തിലെ ദീർഘകാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യത്യസ്തമായ അധികാര പദവികളിൽ വന്നിട്ടുള്ള ഒരാളാണ്. ഒരു 78 വയസ്സുള്ള അല്ലെങ്കിൽ ആ പദവിയിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരവതാരക അല്പം അതിരു കടന്നാൽ ആ അവതാരകയെ സ്വാഭാവികമായും തിരുത്താനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഔചിത്യം മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. പിന്നെ പിണറായി വിജയൻ, നമ്മൾ എല്ലാ കാലഘട്ടത്തിലും പിണറായി വിജയനിൽ നിന്ന് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടാറുണ്ട്, നമ്മളത് ഉപയോഗിക്കാറുമുണ്ട് വാർത്തയിൽ. പിണറായി വിജയൻ ആക്കുന്നത് ഈ തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ടാണ്, തുറന്നടിച്ച് പറയുന്നതിലൂടെയാണ്. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നാലും പെരുന്നാൾ വന്നാലും പിണറായി വിജയൻ ഇങ്ങനെ പ്രതികരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്, എന്നാൽ പിന്നെ ഒന്നും മിണ്ടണ്ട എന്ന് പിണറായി വിജയൻ തീരുമാനിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തുറന്നടിച്ച് പ്രതികരിക്കുന്നു എന്ന രീതിയല്ലല്ലോ. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണെങ്കിൽ പോലും പറയേണ്ടതുപോലെ പറയുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. നോക്കൂ, ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനത് എന്താണ് സംഭവം എന്നൊന്നും അന്വേഷിച്ചിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ അവതാരകയുടെ പ്രശ്നമല്ല. അവരെ നിയോഗിച്ചിട്ടുള്ള ന്യൂനപക്ഷ ക്ഷേമ സമിതി അംഗം ഈ പ്രസംഗങ്ങളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കണം എന്ന് ഈ അവതാരകയോട് പറഞ്ഞു എന്നാണ് കരുതുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല പ്രസംഗമാണ് എന്ന് പറയുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് എവിടെയോ തിരുത്തപ്പെടേണ്ട ഒരു വിഷയമുണ്ട്, അത് ആ അവതാരകയോടല്ല. ഇനി നമ്മൾ അടുത്ത ഘട്ടം ചർച്ച ചെയ്യുമ്പോൾ ഈ അങ്ങനെ പരസ്യമായി പറയേണ്ടതുണ്ടോ, അത് അവതാരകയ്ക്ക് വിഷമം ഉണ്ടാക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, പൊതുസ്ഥലത്ത് ഒരു അവതാരക എന്തൊക്കെ പറയണമെന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള തിരുത്തൽ വരുന്നു എന്ന് മാത്രമല്ല, അവിടെ അങ്ങനെ പറഞ്ഞതിലൂടെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ അവതാരകയോട് മുഖ്യമന്ത്രി നോക്കിച്ചിരിക്കുന്നുണ്ട്. അവതാരക അടുത്ത സെക്കൻഡിൽ തന്നെ അവരുടെ അവതരണം വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും തരത്തിൽ അവർക്ക് വിഷമമുണ്ടായതായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമല്ല. പക്ഷേ അതൊരു തിരുത്തലായി അവിടെ ബാക്കി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ബാക്കിയെല്ലാം ചിരിയാണ്. പല ആളുകളോടും മുഖ്യമന്ത്രി നോക്കിച്ചിരിക്കുന്നുണ്ട്, അവതാരകയോട് നോക്കിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയും പ്രായമുള്ള ഒരാളുടെ ഒരു പ്രിവിലേജായി മാത്രമേ നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ. അത് സ്വാഭാവികമായി ഇങ്ങനെ ആരെങ്കിലുമൊക്കെ തിരുത്താൻ വേണ്ടേ? വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ആളുകളുണ്ട് എങ്കിൽ ആ വിളിച്ചു പറയുന്ന ആളുകളോട് ഇങ്ങനെയല്ല വിളിച്ചു പറയേണ്ടത് എന്ന് സംബന്ധിച്ച് കൃത്യമായി കാര്യം പറയാൻ. ഇപ്പോൾ നോക്കൂ, നമ്മളെപ്പോഴും ഉമ്മൻചാണ്ടിയും പിണറായി വിജയനുമായിട്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ സമകാലിക രണ്ട് നേതാക്കളിൽ ഉമ്മൻചാണ്ടിയുടേത് തീർത്തും വ്യത്യസ്തമായ ശൈലിയാണ്. ഉമ്മൻചാണ്ടിയുടെ ആ ശൈലി തന്നെ പിണറായി വിജയൻ ഉണ്ടാകണമെന്നും കരുണാകരൻ്റെ ശൈലി തന്നെ ആൻ്റണിക്ക് ഉണ്ടാകണമെന്നും നമ്മൾ ശഠിക്കുന്നത് അത് നമ്മുടെ മാത്രം ശാഠ്യമാണ്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള രീതികളുണ്ട്. ആ രീതികൾ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ പലതരത്തിലെ ചിട്ടവട്ടങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പിണറായി വിജയൻ്റെ ചിട്ട ഇതാണ്. ആ ചിട്ട ഇനി തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ പോലും പിണറായി വിജയൻ അത് പോകുന്നു എന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ കടക്ക് പുറത്ത് പ്രയോഗം പോകേണ്ടവർ. ഇപ്പോൾ നമ്മുടെ കൂടെ അരുൺ ഇരിക്കുന്നുണ്ടല്ലോ. അരുൺ ഒരു ദിവസം മുഖ്യമന്ത്രി നവകേരള യാത്രയുടെ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോടുള്ള ഒരു അഭിമുഖത്തിൽ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ഓർക്കുന്നത്, നിങ്ങൾക്ക് നവകേരള സദസ്സിൽ ഈ
ആ, വിശിഷ്ടാതിഥികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഞങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൂടെ? അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അതിനോടൊപ്പം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അങ്ങനെ നിങ്ങൾ അതിനകത്തേക്ക് വന്നാൽ നിങ്ങളുടെ കണ്ണ് മുഴുവൻ ഈ പറയുന്ന വന്ന അതിഥികളിലാകും. അപ്പോൾ അവരുടെ രാഷ്ട്രീയമായി ഒരാൾ എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങളിലേക്ക് അയാൾക്ക് കാര്യം പറയാൻ കഴിയാതെ പോകും. പിന്നീട് മറ്റ് സ്ഥലങ്ങളിൽ ഇത്തരം ആളുകൾ വരാതിരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവും. അതുകൊണ്ട് വേണ്ട എന്ന് അപ്പം തന്നെ അങ്ങ് എടുത്തു പറയുകയും ചെയ്തു. ഇവിടെയും ഈ മുഖാമുഖം പരിപാടിയിൽ അത് ആ രീതിയിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ആ രീതി ആസൂത്രണം ചെയ്ത് പരിപാടി നടപ്പാക്കുന്ന ഘട്ടത്തിൽ ബാക്കിയുള്ള ആളുകൾ അവിടെ ഒരു സ്പിൽ ഓവർ പോലെ തുടർന്നാൽ കടക്കുപുറത്ത് എന്ന് കണിശമായി പറയുക മാത്രമാണ് നടത്തുന്നത്. ഷിബു ചക്രവർത്തിയുടെ കാര്യത്തിനകത്ത് നോക്കൂ, ഇതിനകത്തൊക്കെ തന്നെയും ഒരു ഓണർഷിപ്പ് ഉണ്ട്. ഇപ്പം ഞാൻ പണിയെടുക്കുന്നതിനകത്ത് എനിക്കൊരു ഓണർഷിപ്പ് ഇല്ല എങ്കിൽ, തോന്നുന്നില്ല എങ്കിൽ ആ പണി ഞാൻ നിർത്തുന്നത് നല്ലത്. ഇപ്പോൾ ഷിബു ചക്രവർത്തി അവിടെ വന്നിട്ട് അദ്ദേഹം ആ ഏത് പ്രസ്ഥാനത്തെയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ പ്രസ്ഥാനത്തെ ഡിസോൺ ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. അവിടെയാണ് അങ്ങനെയല്ല അതിനെ അവതരിപ്പിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പറയാൻ ആൾ വേണമെന്നേ. ഇതൊക്കെ ഇങ്ങനെയല്ല കേട്ടോ, കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയാനും കുറച്ച് കണിശമായി പറയാനൊക്കെ ആളുകൾ വേണം എന്നാണ് ഞാൻ കരുതുന്നത്. ഡോക്ടർ അരുൺ, കണിശക്കാരനായ ഒരു തിരുത്തൽ ശക്തി അങ്ങനെയാണോ മുഖ്യമന്ത്രി പ്രവർത്തിച്ചത്? അല്ല, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ ഞാനതിനെ അങ്ങനെ കാണുന്നില്ല. കാരണം ഞാൻ ഈ പലതവണ ഈ ഷാഡോ ചെയർമാൻ, ഒരുപക്ഷെ സുജയൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഷാഡോ ചെയർമാൻ എന്ന് പറയുന്ന പദവിയിൽ നമ്മളൊക്കെ വന്ന് പെടാറുണ്ട് പലപ്പോഴും ചില പരിപാടികളുടെ അവതാരകരൊക്കെ. അപ്പോൾ അവരുടെ സംഘാടകർ പറയുന്നതിനനുസരിച്ചാണ് നമ്മളുടെ ഫ്ലോ ചാർട്ട് തയ്യാറാക്കുന്നതും ഒരുപക്ഷെ ആമുഖങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതും. ഇവിടെ നേരത്തെ നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ ഈ ന്യൂനപക്ഷ ക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ പ്രസംഗത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രമേ ആ അവതാരക ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. അവർ മനസാന്നിധ്യം വിടാതെ അത് തുടർന്നു. പക്ഷേ അത് അനുചിതമായൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിൽ ഞാൻ ആരോടും വിയോജിക്കുന്നില്ല. പക്ഷേ ഒരു പ്രിവിലേജ് ഉണ്ടോ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു വേദിയിൽ ഒരു അവതാരകയോട് സംസാരിക്കാൻ? ഇപ്പം അനുചിതമായൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായുടെ എംബാരസ്മെൻറ്റ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, ആ പ്രസംഗത്തിൻ്റെ ഒരു പ്രത്യേകത കാര്യമായിട്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ചിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റുള്ളവർ പറഞ്ഞത് കേട്ടതിന് ശേഷം ഉച്ചയോടുകൂടി തുടർന്ന് ഈ കാര്യങ്ങളിൽ ഒരു അവലോകനം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാവുകയായിരുന്നു. അപ്പോൾ സാങ്കേതികമായ ഒരു ഉദ്ഘാടനം മാത്രമാണ് അവിടെ നടന്നത്. അപ്പോൾ അവതാരക ആ പ്രസംഗം ശ്രദ്ധിച്ചിരുന്നില്ല എന്നത് കൂടി ഉണ്ട് അതിനകത്ത്. അപ്പോൾ പൂർണ്ണമായും നടത്താത്ത ഒരു പ്രസംഗം മറ്റുള്ളവർക്ക് സമയം കൊടുത്ത് എന്നാൽ നിങ്ങൾ പ്രസംഗിക്കൂ, അതിനുശേഷം ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിക്കുമ്പോഴാണ് ഈ അനൗൺസ്മെന്റ് വരുന്നത്. ഉദ്ഘാടന പ്രസംഗം വളരെ നന്നായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്കത് കേട്ടപ്പോൾ ഒരു ചിരിയാണ് വന്നത്. കാര്യം ഇത് ട്രോളിയതാണോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കും അങ്ങനെ തോന്നിയേക്കാം. മുഖ്യമന്ത്രി ഒരു കണ്ടന്റ് ഡെലിവറി ചെയ്തില്ല, സാങ്കേതികമായ ഉദ്ഘാടന പ്രസംഗം എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ മുഖ്യമന്ത്രി ആ സമയത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഷാഡോ ചെയർമാനായി നിൽക്കുന്ന സമയത്ത് നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് പോകും. പക്ഷേ അവർ ആ മനസാന്നിധ്യം വിടാതെ അത് തുടർന്നു. പക്ഷെ ഇവിടെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇപ്പം ഞാൻ തോമസ് ചാഴിക്കാടനോട് ഈ വിഷയം ചോദിച്ചിരുന്നു, ലൈവിൽ തന്നെ ചോദിച്ചിരുന്നു. അന്ന് തോമസ് ചാഴിക്കാടനോട് നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രി അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചാഴിക്കാടൻ അതിനുശേഷം ഒരു വിഷമം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും. പക്ഷെ അത് മണ്ഡലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ആവശ്യങ്ങൾ എന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ആവശ്യം പറയാനല്ല എന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിനി എത്രയൊക്കെ പറഞ്ഞാലും അത്തരം ഒരു പ്രിവിലേജുകൾ ഒരാളെ മാനസികമായി വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അയാളുടെ ആത്മാഭിമാനത്തിൽ ഒരു അല്പമെങ്കിലും പോറലേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഭംഗിയായി കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ ശൈലിയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഓരോ മുഖ്യമന്ത്രിമാർക്കും ഓരോ ശൈലിയുണ്ട്, ഓരോ നേതാക്കൾക്കും അതിൻ്റെതായ ശൈലിയുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ ഓണർഷിപ്പ് എന്നുള്ളത് ഒരു പൊതു സ്ഥാപനത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പ്രതികരിക്കുന്നയാളുടെ അന്തസ്സിലും ഒരു ഓണർഷിപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന അയാളെ വിഷമിക്കാതിരിക്കൽ കൂടി ഈ പറയുന്ന ഒരു ഭരണാധികാരിയുടെ ഉദ്ദേശമാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാ ഭരിക്കുന്നത്? ഈ അവതാരകയെ തിരുത്തല്ലല്ലോ നിങ്ങളുടെ പ്രാഥമിക ഉദ്ദേശം. ഇനി അങ്ങനെ തിരുത്തണമെങ്കിൽ തന്നെ അതിന് പല വഴികളുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശൈലി ഇങ്ങനെയാണ്. നേരത്തെ മൈക്ക് ഓപ്പറേറ്ററോട് നമ്മൾ തർക്കിച്ചത് കണ്ടു. മറ്റൊരു പ്രസംഗത്തിലിരിക്കുന്നത് കണ്ണൂരാണ്. സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു അനൗൺസ്മെന്റ് വന്നപ്പോൾ അദ്ദേഹത്തോട് ഇദ്ദേഹത്തിന് ചെയ്ത് കേൾക്കില്ലേ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുടെ ഭാഗമായി വരും. പാർട്ടിക്കുള്ളിലുള്ളവർ അതിനെ ഒരു പ്രിവിലേജായിട്ട് കാണുന്നുണ്ടാവാം. പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാനതിനൊരു പ്രിവിലേജായിട്ട് കാണുന്നില്ല. അത് ഏൽപ്പിക്കുന്ന ആഘാതം ഒരാളുടെ മാനാഭിമാനത്തിൽ ഒരല്പമെങ്കിലും പോറൽ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് തീർച്ചയായും അവതാരകയ്ക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. എത്രയൊക്കെ പറഞ്ഞാലും കാര്യം നമ്മൾ ആ വേദികളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ സമാനമായൊരു സാഹചര്യം നിങ്ങളോട് വിശദീകരിച്ചതുമാണ് ഇതേപോലെ ഒരു കോണ്ടെക്സ്റ്റിൽ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇനി അധികം ചർച്ച ചെയ്യേണ്ടതില്ല എന്നതാണ് എൻ്റെ പക്ഷം. അതൊരു വലിയ വിഷയമായി എടുക്കേണ്ടതുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്.
ഇക്കാര്യത്തിൽ ഞാൻ വളരെ ചുരുക്കി തന്നെ ഇതിൽ പറയാമെന്നാണ് കരുതുന്നത്. മുഖാമുഖത്തിൽ അപമാനം ഉണ്ടായിട്ടുണ്ട്. അത് ആ അവതാരകയ്ക്കാണ്. ആ അപമാനം എന്ന് പറയുന്നത് ഒരു പൊതുവേദിയാണ്. കുറേ ആളുകൾ ഒത്തുകൂടിയിരിക്കുന്ന ഒരിടത്ത് വെച്ചാണ് അമ്മാതിരി കമൻറ്റ് വേണ്ട, അടുത്തയാളെ വിളിച്ചോ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ വാചകത്തോട് അതൃപ്തി ഉണ്ടെങ്കിൽ അത് പറയുന്നതിന്, അത് നന്നായി പറയുന്നതിന് രീതികൾ ഉണ്ടായിരിക്കെ ആ വേദിയിൽ വെച്ച് തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട്, അതായത് ഒരാളുടെ മുഖത്തടിക്കുന്നത് പോലെ തന്നെയാണ് ഒരു വേദിയിൽ വെച്ച് ഇങ്ങനെ അപമാനിച്ച് സംസാരിക്കുന്നത്. അതിന് നമ്മൾ വേറെ എന്തൊക്കെ ന്യായീകരണങ്ങൾ നോക്കിയാലും അത് നിലനിൽക്കില്ല. നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ പരിപാടി കാസർഗോട്ടാണ്. കാസർഗോഡ് സഹകരണ ബാങ്ക് പുതിയ കെട്ടിടം, അതിൻ്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ച് അവസാനിപ്പിക്കുന്ന അവസാന വരി പൂർത്തിയാക്കുന്നതിന് മുൻപ് മൊമെൻറ്റോ കൈമാറാനായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ്. അപ്പോൾ ആ വേദിയിൽ അനൗൺസ് ചെയ്യുന്നയാൾ മറ്റൊരു ഭാഗത്തും മുഖ്യമന്ത്രി സംസാരിക്കുന്ന പോഡിയമുള്ളത് മറ്റൊരു ഭാഗത്തുമാണ്. അപ്പോൾ മുഖ്യമന്ത്രി അവിടെ വെച്ച് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത് എന്താണെന്നുള്ളത് കേരളം മുഴുവൻ കണ്ടതാണ്. ഞാൻ സംസാരിച്ച് കഴിഞ്ഞില്ല, അയാൾക്ക് ചെവിടും കേൾക്കില്ലെന്ന് തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് ക്ഷുഭിതനായി വേദി വിട്ട് താഴേക്ക് ഇതൊന്നും മര്യാദയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടതാണ് കേരളം. അത് കഴിഞ്ഞാണ് ഇന്നത്തെ ഈ പരിപാടി നമ്മൾ കാണുന്നത് നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ. അപ്പോൾ കാസർഗോഡ് ആയാലും തിരുവനന്തപുരം ആയാലും ആളുകളെ അപമാനിക്കുന്നതിൽ ഈ മുഖ്യമന്ത്രിക്ക് വലിയ ഒരു പ്രശ്നമൊന്നുമില്ല. ആരെയായാലും അപമാനിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തും പറയുക എന്ന് പറയുന്നത് തനിക്കാരോ കൽപ്പിച്ചു തന്ന പട്ടം പോലെയാണ് മുഖ്യമന്ത്രി കരുതുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിട്ട അതാണ് എന്ന് പറഞ്ഞ് കേരളം അത് സഹിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി ആയാലും ഏത് ഉത്തരവാദിപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളായാലും കൃത്യമായി സംസാരിക്കുക എന്നതാണ് മാന്യത എന്നുള്ളതാണ്. പെരുമാറ്റ മര്യാദ എന്നതൊന്നുണ്ട്. അതുപോലെ തന്നെ സഹിഷ്ണുത, മറ്റൊരാളെ കേൾക്കാനും അയാളോട്, അല്ലെങ്കിൽ അയാൾക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ അത് വൃത്തിയായി തിരുത്താനും കഴിയുക എന്നതാണ് നേരത്തെ ഉണ്ണിസാർ പറഞ്ഞതുപോലെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ കാട്ടേണ്ട മര്യാദകളുണ്ട്. ആ ഒരു മര്യാദ ഇന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായില്ല. ക്ഷോഭിക്കുന്ന മുഖ്യമന്ത്രിയുടെ രീതി, പിണറായി വിജയൻ സ്റ്റൈൽ, അതൊന്നുമായി എനിക്ക് തോന്നുന്നില്ല. ഇതിൽ അപമാനം ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും സർ? ഇല്ല. മുഖാമുഖത്തിൽ അപമാനമോ എന്ന ചോദ്യത്തിന്റെ റിസൾട്ടിലേക്ക് വരാം. അപമാനം ഉണ്ടായിട്ടുണ്ട് എന്ന് 3 പേർ, അപമാനം ഉണ്ടായിട്ടില്ല എന്ന് ഒരാൾ. സർ, താങ്ക് യു ഡോക്ടർ അരുൺ. വയനാട്ടിൽ നിന്നാണ് നമുക്കൊപ്പം ഡോക്ടർ അരുൺ ചേർന്നത്. ഇന്നത്തെ മീറ്റ് ദി എഡിറ്റേഴ്സ് പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ. ഗുഡ് നൈറ്റ്. Meet the editors.